ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ അനുസരിക്കണമെന്ന് ഇവർ പഠിപ്പിക്കുന്നു. അങ്ങനെ അനുസരിക്കാൻ ഇവര് തയ്യാറുമാണ്. അതുപോലെ പരീശന്മാരുണ്ട്, അവര് ന്യായപ്രമാണത്തിലെ കൽപ്പനകളൊക്കെ അനുസരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെ കുറിച്ചൊക്കെ ഇവരെ വിശദമായി തന്നെ പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവരുടെ മുമ്പിൽ പല വിഷമസന്ധികളും ഉണ്ടായി. ഉദാഹരണമായി ശബദിന്റെ കാര്യം തന്നെ. ശബദിൽ ഒരു വേലയും ചെയ്യാൻ പാടില്ല എന്നാണ് യഹോവയായ ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുന്നു. എന്താണ് വേല? എന്ത് ചെയ്താൽ വേലയാകും, എന്ത് ചെയ്താൽ വേല അല്ലാതാകും? ഉദാഹരണമായിട്ട് ഭക്ഷണം പാകം ചെയ്താൽ വേലയാകുമോ? പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചാൽ വേലയാകുമോ? നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം താഴെ പോയി അത് എടുക്കുന്നത് വേലയാകുമോ? എന്തിനേറെ പറയുന്നു, കട്ടിലിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് വേലയാകുമോ? ഇങ്ങനെ വേലകളെ സംബന്ധിച്ച് അവർക്ക് വലിയ സംശയമുണ്ടായി. അപ്പോൾ അവരെ വേലയ്ക്ക് ചില വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്തു. എന്നാൽ ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ചേർന്നിട്ട് ഒരു വേല എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നാൽ എന്തൊക്കെയല്ല, ഇങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ അവർ വെച്ചു. ആ കൂട്ടത്തില് അവരുടെ നിയമപ്രകാരം ആരെങ്കിലും കതിര് പറിക്കുക എന്ന് പറഞ്ഞാലേ കൊയ്യുന്നതിന് തുല്യമാണ്. അതേ കയ്യിലിട്ട് ഞെരിടുക എന്ന് പറഞ്ഞാൽ മെതിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ശിഷ്യന്മാര് കതിര് പറിച്ചു, കൈകൊണ്ട് തിരുമ്മിയാണ് തിന്നത്. ഇവരെ കൊയ്ത്ത് നടത്തി, മെതിയും നടത്തി. ശബദ ദിവസം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ കർത്താവിനോട് പരീശന്മാർ ചോദിക്കുകയാണ്, എന്താണ് ഈ ചെയ്യുന്നത്? ന്യായപ്രമാണത്തിന്റെ നിയമമനുസരിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നത്. നീ അതിനെ വിലക്കാത്തത് എന്താണ്? അവരെ കർത്താവിനോട് ചോദിക്കാൻ കാരണമുണ്ട്. കർത്താവ് പറയുന്നതൊക്കെ അനുസരിക്കുന്നവരാണ് കർത്താവിന്റെ ശിഷ്യന്മാര്. അവരിങ്ങനെ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് കർത്താവ് അവരെ ശാസിച്ചമർത്തുന്നില്ല എങ്കിൽ, തെറ്റ് തിരുത്തുന്നില്ല എങ്കിൽ ഇവരെ മറ്റുള്ളവർക്കും ഒരു മാതൃകയായിത്തീരും, അല്ലെങ്കിൽ ഒരു അമാതൃകയായിത്തീരും. ഭാവിയിലെ ന്യായപ്രമാണം അനുസരിക്കാതെ ജനമൊക്കെയും ദൈവത്തെ വിട്ടു പോകുവാനും ഇടയായിത്തീരും. പണ്ടേ ജനത്തെ ദൈവം ശിക്ഷിച്ചതുപോലെ വീണ്ടും ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തെ വിട്ടുപോകാൻ പാടില്ല. ദൈവത്തെ വിട്ടുപോകാൻ വേണ്ടി ജനത്തെ പ്രേരിപ്പിക്കുന്നവൻ, അല്ലെ ജനത്തെ അങ്ങനെ പഠിപ്പിക്കുന്നവൻ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്. കർത്താവിനോട് അവർ ചോദിക്കുന്ന അതാണ്, നിന്റെ ശിഷ്യന്മാരിങ്ങനെ തെറ്റ് ചെയ്യുന്നു, നിനക്കെന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പരീശന്മാർ അത് കണ്ടിട്ട് ഇതാ ശബദിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ എന്തു ചെയ്തു? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ നിയമങ്ങൾക്കെല്ലാം ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് മനസ്സിലാക്കി വേണം നമ്മൾ അനുസരിക്കാൻ. പഴയ നിയമത്തിലെ പ്രമാണങ്ങളാണെങ്കിൽ പോലും അത് അതിന്റെ സ്പിരിറ്റിൽ എടുക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ പ്രമാണങ്ങളെ സംബന്ധിച്ച് പഴയ നിയമത്തെക്കാളും വളരെ ലിബറലായ പ്രമാണങ്ങളാണുള്ളത്. കാരണം പഴയ നിയമം അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നായിരുന്നു. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് അങ്ങനെയല്ല, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ പുതിയ നിയമകാലത്തുള്ള ഒരു കൽപ്പനയും നമ്മൾ ഈ അക്ഷരാർത്ഥത്തിൽ എടുത്ത് ആവശ്യമില്ലാത്ത വഴക്കുകളും വയ്യാവേലികളും ഉണ്ടാക്കരുത് എന്നാണ് കർത്താവ് പുതിയ നിയമത്തിൽ തന്റെ സഭയോട് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു എന്ന്. ഇവിടെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? സാധാരണഗതിയിൽ നമ്മളത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് കരുതും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് കരുതുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് പറയാൻ മനുഷ്യപുത്രൻ എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. അതുകൊണ്ട് യേശുവിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ധരിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബദ് നിമിത്തമല്ല, ശബദ് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത്. അങ്ങനെ കർത്താവ് ഇവിടെ മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുകയാണ്, ശബദ് ഉണ്ടായത് മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ ശബദിനു വേണ്ടി ഉണ്ടായതല്ല. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുന്നു, നിയമങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഈ രാജ്യത്തെ നിയമങ്ങൾ തന്നെ നോക്കുക. രാജ്യത്തെ അനേക നിയമങ്ങളുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? രാജ്യത്തിനു വേണ്ടിയാണോ? അങ്ങനെയല്ല. കാരണം രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളാണല്ലോ. ആ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ജനങ്ങളുടെ പുരോഗതിയാണല്ലോ. രാജ്യത്തിന്റെ നന്മ എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയാണല്ലോ.
അതുകൊണ്ട് ഓരോ രാജ്യത്തും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതല്ലാതെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അതനുസരിക്കാൻ വേണ്ടി കുറെ മനുഷ്യരെ നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്. മനുഷ്യരുടെ ആവശ്യങ്ങളൊക്കെയും മനസ്സിലാക്കിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തുള്ള എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ കാര്യങ്ങളിലൂടെ പറയാൻ കാരണമുണ്ട്. ഈ പരീശന്മാരെ പോലുള്ള ആൾക്കാര് ഇന്നത്തെ ദൈവസഭയിൽ ഒട്ടും കുറവല്ല. അവരെ സംബന്ധിച്ച് നിയമങ്ങളാണ് പ്രാധാന്യം. ആ നിയമങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നത് ശരിയാണ് എങ്കിൽ പോലും നിയമങ്ങൾക്ക് വേണ്ടി അവർ മരിക്കാൻ പോലും തയ്യാറാകുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും അതിലൊരൽപ്പം വിട്ടുവീഴ്ച വരുത്തുവാൻ അവർ തയ്യാറല്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു സഭയില് ഒരു ഗസ്റ്റായിട്ട് വന്ന ഒരു സഹോദരി ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവരെ കൈ അല്പം പൊക്കി ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അതേ അടുത്ത ആഴ്ച സഭയിൽ പ്രശ്നമായി. കുറെ പേര് പറഞ്ഞു, സ്ത്രീകൾ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാൻ പാടില്ല, കൈ ഉയർത്താൻ പാടില്ല, പുരുഷന്മാര് മാത്രമേ കൈ ഉയർത്താവൂ, സ്ത്രീകൾ കൈ ഉയർത്തരുത്. വേറെ കുറെ പേര് പറഞ്ഞു, അത് അങ്ങനൊന്നുമില്ല, സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല, ആർക്കായാലും കൈ ഉയർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. മാത്രമല്ല ആ സ്ത്രീ അത്ര ഉയരത്തിൽ കൈപൊക്കുകയൊന്നും ചെയ്തില്ലല്ലോ, ഒരല്പം ഒന്ന് പൊക്കിയെന്നല്ലേ ഉള്ളൂ, അതേ ഗൗരവമുള്ള വിഷയമല്ല എന്ന് പറയാനിടയായി. പക്ഷെ അവിടെ കൊണ്ട് വിട്ടില്ല. രണ്ടു കൂട്ടരും തമ്മിൽ വാദപ്രതിവാദമായി, വലിയ പ്രശ്നമായി. ഒടുവിൽ സഭ രണ്ടായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സഭയെ പിളർക്കാൻ തക്കതായ ഉപദേശമോ ദുരുപദേശമോ എന്തെങ്കിലും ഈ വിഷയത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രണ്ടു കൂട്ടരും വാശിയിൽ നിന്നു. എന്തുകൊണ്ടാണ് ഈ വാശി ഉണ്ടായത്? അതൊരു തരം പരീക്ഷ ഭക്തിയാണ്. 10 മണിക്കാണ് സാധാരണ നമ്മുടെ സഭകളിലൊക്കെ സഭായോഗം. ഏതെങ്കിലും ഒരു ദേശത്തെ അത് സൗകര്യത്തിന് വേണ്ടി 9 മണിയിൽ നിന്നും ആക്കിയാൽ ആകാശം ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന സ്ഥിതിയാണുള്ളത്. ആ സഭയിൽ അതോടെ പ്രശ്നമാകും. മിക്കവാറും പാസ്റ്റർക്ക് സ്ഥലമാറ്റം കിട്ടുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥനയോടെ ആരംഭിച്ചു. വന്നു കഴിഞ്ഞ് 1-2 പാട്ട് നമ്മളെല്ലാം ചേർന്ന് പാടി. അത് കഴിഞ്ഞ് 2-3 പേരെ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു പാട്ടോടെയോ പാട്ടില്ലാതെയോ എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം വായിക്കുന്നു. അത് കഴിഞ്ഞ് സങ്കീർത്തനത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഇരിക്കുന്നു. പിന്നെ പാസ്റ്റർ 1/4 മണിക്കൂർ ആ വായിച്ച സങ്കീർത്തനത്തിൽ നിന്നൊരു പ്രസംഗമാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാക്ഷ്യത്തിന് വേണ്ടി സമയം കൊടുക്കുന്നു. സാക്ഷ്യം കഴിഞ്ഞ് പാട്ടുപാടി എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് ഒരു സ്തോത്ര കാഴ്ച, പിന്നെ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് പിന്നീട് 1/4 മണിക്കൂറോ 1 മണിക്കൂറോ എങ്ങനെങ്കിലും ഒരു പ്രസംഗം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പാട്ട് പാടിയോ പാടാതെയോ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഈ രീതിക്ക് ഒരു ശകലം നമ്മളൊന്ന് മാറ്റം വരുത്തി നോക്കിക്കേ. ഈ ബൈബിൾ സ്റ്റഡിയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. വായനയിൽ ജനിച്ച വാക്കുകൾ ഇനി നിങ്ങളുടെ കഥകളിൽ ജീവിക്കും. TS ബാലൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം ഓഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനൽ 2025 ഡിസംബർ 25 ലോഞ്ച് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്.